ഹൈ ഫ്രണ്ട്സ്, ഞാൻ വലിയ മയ്യാത്തയുടെ പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇങ്ങനെ പുഴയോരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാകുന്നു നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ പണ്ട് കാലത്തെ സുലഭമായിരുന്ന പല ജീവികളെയും പിന്നീട് അങ്ങോട്ട് കാണാതായിരുന്നു. അതിൽപ്പെട്ട ഒരു ജീവിയായിരുന്നു നമ്മുടെ മുള്ളംപന്നി എന്ന് പറയുന്ന ആ ഒരു ജീവി. എന്നാൽ ഇന്ന് രാവിലെ ഈ ഒരു പുഴയുടെ നേരെ അക്കര ഒരു നിർമ്മാണം നടക്കുന്നുണ്ട്. ആ നിർമ്മാണം നടക്കുന്ന എന്തിനു വേണ്ടിയിട്ട് കുഴിച്ച കുഴിയിലെ ഒരു മുള്ളംപന്നി വീഴുകയുണ്ടായി. അപ്പോൾ പണ്ട് കാലത്തൊക്കെ മുള്ളംപന്നി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അതിനെ കാണാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലത്തോടു കൂടി നമ്മുടെ നാട്ടിൽ വീണ്ടും മുള്ളംപന്നിയുടെ സാന്നിധ്യം അറിഞ്ഞു. ഇതാ കാണുന്ന അക്കരെ കണ്ട അവിടെയായിരുന്നു, അവിടെ ഒരു കുഴി കുത്തിയിൽ അതിലേ വീണതായിരുന്നു. അപ്പോൾ ഈ ഏരിയയിലൊക്കെ മുള്ളംപന്നിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ടുണ്ട്. അതുപോലെ പല ജീവികളെയും നമുക്കിപ്പോൾ സുലഭമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ കാണാത്തതായിട്ടുള്ള അടുത്തൊരു ജീവി എന്ന് പറയുന്നത് നമ്മുടെ ഉടുമ്പാണ്. ഉടുമ്പ് ഇപ്പോഴും പല സ്ഥലത്തും ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഈ നാട്ടിൽ ഇതുവരെയായിട്ട് ഉടുമ്പിനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മെരു ഇനങ്ങൾ, നമ്മൾ മരപ്പട്ടി എന്ന് പറയുന്ന ആ ഒരു ജീവിയെയാണ് നമ്മളിവിടെ പൊതുവെ മെരു എന്ന് വിളിക്കാറ്. മറ്റു ഒറിജിനൽ വെരുകളൊന്നും നമ്മുടെ നാട്ടിൽ കാണാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവയെയും ഒറിജിനൽ മെരു എന്ന് പറയുന്ന അവയെയും ഇപ്പോൾ നമ്മുടെ ഈ ഒരു നാട്ടിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് വംശനാശം സംഭവിച്ചു എന്ന് കരുതുന്ന പല ജീവികളും വീണ്ടും കാണാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മീനുകളിലെയും മിസ് കേരള എന്ന് പറയുന്നൊരു മീനുണ്ടായിരുന്നു പണ്ട് കാലത്തൊക്കെ. എന്നാൽ പിന്നീട് അതിനെ കാണാതാവുകയും ഇപ്പോൾ വീണ്ടും ഞങ്ങളുടെ കള്ളുണ്ടിപ്പുഴയിലൊക്കെ മിസ് കേരളയുടെ സാന്നിധ്യം ഉണ്ടാവാൻ അല്ലെങ്കിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ശരി.